ഒന്നുമല്ല. നിങ്ങളുടെ മുഖം എല്ലാവരുടെയും പരിചയമുണ്ട്. ഉസ്താദ് നിങ്ങളുടെ കെമ്മായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ അയാളെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്നു. ഒരു ചെറിയ പാസ്പോർട്ടിന് ഒരു പ്രശ്നം കൊണ്ട് പോകാൻ പറ്റാതെ പിന്നെ ബാക്കിയതാണ്. ആ സമയത്തൊക്കെ ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് നീല് തുപ്പിട്ട് അയാളെ പേരെനിക്കറിയില്ല. അയാൾ തന്നെ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ അയാളും കൂടി ഉസ്താദിനെ ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ ഒരുപാട് സ്നേഹിച്ച, ഒരുപാട് ഉസ്താദിനെ സപ്പോർട്ട് ചെയ്ത നിങ്ങളൊന്ന് കാണണമെന്ന് തോന്നുന്നു. ഇന്ന് ഒരുപാട് സ്ഥലത്ത് ഇന്ന് ഉസ്താദിന്റെ അനുസ്മരണയാണ്. അപ്പൊ എല്ലായിടത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദിന്റെ ജ്യേഷ്ഠനൊന്ന് വരണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ആദ്യമായി ക്ഷണിച്ചതും കെമ്മായിൽ നിന്നാണ്. ലോകത്തെല്ലാം അറിയപ്പെട്ടതും കെമ്മായി ഉസ്താദ് എന്നാണ് ഫാദിൽ ഉസ്താദിനെ അറിയപ്പെടുന്നത്. ഏത് സ്ഥലത്ത് ജോലി ചെയ്താലും കെമ്മായി ഉസ്താദ് എന്നാണ് ഉസ്താദിനെ അറിയപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് കെമ്മായിൽ നിന്ന് ഞാൻ നിങ്ങളെ ആദ്യം ക്ഷണിച്ചിട്ടുണ്ട്. ഇനി എല്ലാ സ്ഥലത്തും ഒരാൾക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഇന്നൊരു സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഫാദിൽ ഉസ്താദിന്റെ ജീവിതം എങ്ങനെയാണെന്നുള്ള 1 മിനിറ്റ് സംസാരിച്ച് സയ്യിദ്മാരൊക്കെ സദസ്സിലുള്ളത് കൊണ്ട് സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ദുആവും മജ്ലിസുമാണ്. പക്ഷെ എന്റെ ഈ പ്രസംഗം അദബ് കേടാവാൻ പാടില്ല എന്നുള്ള ബോധത്തോടെ ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ സംസാരിച്ച് ഞാൻ നിർത്താണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഫാദിൽ ഉസ്താദ് 1ാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റാണ്. കാമിൽ സഖാഫിക്ക് ഇരുന്ന സമയത്തും അദ്ദേഹം ഫസ്റ്റാണ്. ഫാദിലി ബിരുദെടുക്കുന്ന സ്ഥലത്തും അവിടെ പോയി ഒന്നിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 5-6 കുട്ടികൾ പോയി ഒന്നിച്ച് പഠിച്ചതാണ്. ആ കുട്ടികളെ ഉപരി അതിൽ നിന്ന് 3-4 കൊല്ലം മുമ്പ് പോയ കുട്ടികൾക്കൊക്കെ സബുക്ക് എടുത്തു കൊടുത്ത് ഫാദിൽ ഉസ്താദ് ആ കുട്ടികൾക്ക് സബുക്ക് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഉസ്താദിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അതാണ്. ഏതൊരു വിഷയത്തിലും ഇൽമു പഠിക്കണം എന്നത് മാത്രമാണ്. എന്റെ ഉമ്മ ബാപ്പാക്ക് 2ആൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഉസ്താദിനെ ഒരു ആലിമാക്കണം എന്ന്. എന്റെ ആഗ്രഹം അതായിരുന്നില്ല. എന്റെ ആഗ്രഹം ഒരു മുദരിസായി തന്നെ ഉസ്താദ് വരണം. ഉസ്താദിനെ ആദ്യമായി ഞങ്ങൾ ആസന ദർസിലേക്ക് കൊണ്ടാക്കുമ്പോൾ ഞാനൊക്കെ ഉണ്ടാക്കിയത്. എനിക്കും ഉസ്താദിന് ഒരു 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു കുട്ടിനെ പോലെ തന്നെയാണ് ഉസ്താദിനെ ഏറ്റെടുത്ത് നടത്തിയതും. ഉസ്താദ് പഠിക്കുന്ന കാലത്തൊക്കെ ബാപ്പാക്ക് സുഖമില്ലാതെ ഉണ്ടായിട്ടും ഉസ്താദിന്റെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കൊണ്ടായത്. അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹം പൂർത്തിയാക്കണം എന്നാണ് ഉസ്താദ് കാമിൽ സഖാഫിക്ക് പിന്നെയും പോയി ബിരുദെടുത്ത് അവിടുന്ന് പിന്നെ അർഷദിയും എല്ലാ ബിരുദുകളും ഒക്കെ എടുത്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരുന്നു. റസ്വി എന്ന ബിരുദക്ക് വേണ്ടി പഠിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ ഉസ്താദ് എല്ലാത്തിലും ഫസ്റ്റാണ്. ഞങ്ങൾ 9 കുട്ടികളിൽ 7ാമത്തെ ആളാണ് ഉസ്താദ്. പക്ഷെ മരണവും കൂടി ഫസ്റ്റ് ഉസ്താദിന് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഉസ്താദ് അതിലും കൂടി ഫസ്റ്റാണ്. ഞങ്ങൾക്ക് എന്താ പറയേണ്ടേ എന്നൊന്നും അറിയുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് ഈ ഉസ്താദ് ആദ്യമായി ജോലി ചെയ്തത് നിങ്ങളെ കെമ്മായിലാണ്. അപ്പൊ നിങ്ങളെ ഉസ്താദ് കെമ്മായി ഉസ്താദ് എന്നാണ് എല്ലാ സ്ഥലത്തും പോയിട്ട് അറിയപ്പെട്ടത്. പെരുന്നാളിന് ഞങ്ങൾ എന്തായാലും എല്ലാവരും ഞങ്ങൾ 5 ആളെ വീടും ഒരു സ്ഥലത്താണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടത് കൊണ്ട് പിന്നെയും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് വിഷമം ഉസ്താദ് മരിച്ചതിനെക്കാളും ഉസ്താദ് ഞങ്ങളുടെ അടുത്ത് ഇല്ല എന്നതിനെക്കാളും ഉസ്താദിന്റെ കുട്ടികൾക്ക് ഈ 4 ബാപ്പമാരും വരുമ്പോ ഉസ്താദിന്റെ കുട്ടികളെ ബാപ്പ വരാറില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ഈ 3 ദിവസത്തില് ഒന്നും കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ ഒന്നിച്ചു വരുന്നവർക്ക് എന്തെല്ലോ മേടിച്ച് കഴിക്കാൻ വേണ്ടി തരുന്നു. എനിക്ക് ബായില് അത് കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നും കാറ ഉപ്പോ ചപ്പയോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് അത്രയും വിഷമമാണ്. എന്റെ ഒരു മോനെ പോലെയാണ് ഉസ്താദിനെ ഞാൻ വളർത്തിയത്. ഉസ്താദ് ഇത്ര പെട്ടെന്ന് ഫസ്റ്റായി പോകും എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞില്ലായിരുന്നു. അപ്പോ എനിക്ക് നല്ലവരായ കെമ്മായി എന്ന ഈ നാട്ടുകാരോട് പറയാനുള്ളത്, ഉസ്താദ് 6-8 വർഷത്തോളം നിങ്ങളെ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വിഷമമായ വാക്കുകളോ പ്രവർത്തികളോ അല്ലെങ്കിൽ ഹക്കടപാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അതല്ലെങ്കിൽ വലിയ സംഖ്യയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾക്ക് ഒറ്റയടിക്ക് തരാൻ പറ്റിയില്ലെങ്കിലും കുറച്ചായി ഞങ്ങൾ ഉസ്താദിന്റെ ആ കടമൊന്ന് തീർക്കാം. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഹക്കടപാടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ അറിയിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പെരുന്നാളിന് ഏത് സ്ഥലത്ത് പള്ളിയിൽ ഉസ്താദ് നിൽക്കുകയാണെങ്കിലും ഉസ്താദ് കെമ്മായിൽ വന്നിട്ട് പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ടും ഉസ്താദിന് സമാധാനാവൂല. ഉസ്താദിന്റെ ഭാര്യയോ ഞങ്ങളെല്ലാവരും നല്ല ഭക്ഷണം ഉണ്ടാക്കി, രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി. ഉസ്താദ് പെരുന്നാളിന് വരുന്നത് വൈകുന്നേരം തന്നെയാണ്. വന്നാലൊന്നും കഴിക്കാറുമില്ല. എന്താ കെമ്മായി പോയിട്ടാ വന്നത്? ഉസ്താദിന്റെ ഭാര്യ പറയാം ഇന്ന് കെമ്മായിക്ക് പോയിട്ടാ വന്നത്, അതുകൊണ്ടാ കഴിക്കാത്തത്.
ഉമ്മമാരോട് നിങ്ങളെ ആരെയും എനിക്ക് മുഖപരിചയമില്ല, നിങ്ങളെ ഇനി കാണാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാണേണ്ടതല്ലോ. അപ്പൊ നിങ്ങൾ വളരെ നല്ല രുചികരമായ ഭക്ഷണം ഉസ്താദിന് ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് ഒരുപാട് പ്രാവശ്യം ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മമാർക്ക് വളരെ താഴ്മയോട് ഞാൻ പറയുന്നു, ഉസ്താദിന് നിങ്ങൾ ഒരുപാട് ഭക്ഷണം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആഖിറത്തിൽ ഉസ്താദിന്റെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ കൊടുത്തതൊന്നും നഷ്ടമായില്ല. കാരണം ഉസ്താദ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞ് ഈ ഒരു സമയം വരെ എത്ര ആയിരക്കാർ കർണാടകയിൽ നിന്നല്ല, ഹാസന ജില്ല, കൊടക് ജില്ലയിൽ നിന്നല്ല, ഇടീ കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തിൽ നിന്നും ഉസ്താദുമാരും തങ്ങന്മാരും വന്നതിന് കയ്യും കണക്കും ഒന്നുമില്ല. ഉസ്താദ് ഫാദിൽ ഉസ്താദ്, കെമ്മായി ഉസ്താദ് ഒരു തങ്ങളൊന്നുമല്ല, ഉസ്താദാണ്. പക്ഷെ 2-3 സ്ഥലത്ത് മയ്യത്ത് നിസ്കരിക്കാനും അവിടെ കബറിന്റെ അവിടെ ഇന്നും ജനസാഗരമാണ്. ഒരു ആലിമ് മാത്രമാണ്, ഒരു തങ്ങളൊന്നല്ലല്ലോ. അപ്പൊ ആ ഒരു നിലയ്ക്ക് ഉസ്താദ് ആൾക്കാരെ സംഘടിപ്പിച്ച് വെച്ചിട്ട് ഉസ്താദ് പോയി. ഉസ്താദിക്ക് വേണ്ടിയത് വേണ്ടുന്നത് പോലെ ഉസ്താദ് കൊണ്ടുപോയി. ഇനിയും എനിക്ക് പറയാനുള്ളത്, ഉസ്താദിനോട് സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ റംസാൻ 27 തീരുന്നതിന് മുമ്പ് ഒരു 70,000 ദിക്ർ ചൊല്ലിയാൽ നരകം ഹറാമാകും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അഹ്ലു ബൈത്തിനെ മുന്നിൽ വെച്ച് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു അദബ് കേടാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ മേലൊരു കുറച്ച് തഹ്ലീൽ ചൊല്ലി ഉസ്താദിന് ഹദിയ ചെയ്യണം. നെയ്യ് കൂടിയത് കൊണ്ട് ഒരു അപ്പവും പൊട്ടാറില്ല, ഒരു അപ്പവും വെടുക്കാവാറില്ല. അതുകൊണ്ട് തഹ്ലീൽ ചൊല്ലി ഉസ്താദിന് ദരജ കുറച്ച് ഉയർത്തി തരണം ഇൻഷാ അല്ലാഹ്. ഉസ്താദിന് വേണ്ടി നിങ്ങൾ എല്ലാ ദുആത്തിലും, എല്ലാ സ്ഥലത്തും, എല്ലാ സമയത്തും എവിടെ പരിപാടി നടക്കുന്നുണ്ടെങ്കിലും ഉസ്താദിനെ ഓർത്ത് ഉസ്താദിന് ദുആ ചെയ്യണം. ഉസ്താദിന് പുറത്തു കൊടുക്കാൻ വേണ്ടി ഉസ്താദിനോട് എന്തെങ്കിലും സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങളെ വളരെ താഴ്മയോട് നിങ്ങളോട് യാചിക്കുകയാണ് ഞാൻ. നിങ്ങൾ ഉസ്താദിന് പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഉസ്താദിന് എല്ലാ നിലക്കും നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ ദുആ ചെയ്യണം. എന്ത് സംസാരിക്കണം, എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്ത് സംസാരിക്കണം എന്ന് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഏതായിരുന്നാലും ഉമ്മമാർ വളരെ രുചികരമായ ഭക്ഷണമാക്കി കൊടുത്ത് ഉസ്താദിനെ വളരെ ഇവിടെ നിർത്തിയത് കൊണ്ട് ഉസ്താദിന് പിന്നെയും 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 കെമ്മായി എന്ന് മാത്രമേ ഉസ്താദ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉസ്താദ് ഏത് സ്ഥലത്ത് പോയാലും കെമ്മായിയെ പോലെ ഒരു സ്ഥലം ഉസ്താദിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉസ്താദ് കെമ്മായി അല്ലാത്ത ഒരു വാക്ക് ഉസ്താദ് സംസാരിക്കാറില്ല. ഏത് സമയത്തും എന്നോട് സംസാരിക്കുകയാണെങ്കിലും കെമ്മായിന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഉസ്താദ് ഈ സ്ഥലത്ത് ഇല്ലെങ്കിലും ഉസ്താദ് കെമ്മായിക്ക് വന്നുകൊണ്ടേ ഉണ്ടായിരുന്നു. എല്ലാ പരിപാടിക്കും ഉസ്താദ് വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഉസ്താദിന് വേണ്ടി എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യുക. ഉസ്താദിന്റെ ഭാര്യയും കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾ ആ ഭാഗത്ത് വന്നാൽ ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യാനും ഉസ്താദിന്റെ കുട്ടികളെന്ന് കണ്ടുവരാനും മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. വാഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.